ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വിശേഷം നമുക്കെല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. നമ്മളെ ബേബീസിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ആ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ളൊരു ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ദിവസമാട്ടോ അത്. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ വെനസ്ഡേ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഡ്രസ്സിൻ്റെ ഒരു റിവീലിങ് ഇപ്പോൾ വേണ്ടാന്ന് കരുതിയിട്ട് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് വിടാൻ വിചാരിച്ചിട്ടാട്ടോ കുറച്ച് ലാഗായി പോയത്. അപ്പോൾ ഏതായാലും അന്നു ബേബീനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നു ബേബി ഉറക്കത്തിലാണ് കേട്ടോ. അത് നമ്മൾ ഉച്ചക്കാണ് കേട്ടോ പോണത്. ഒരു 2 മണി 3 മണിയുടെ ടൈമിലാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായതിന് ശേഷം. അപ്പോൾ സാധാരണ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ബേബീസ് ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബേബീസിന് ഉറങ്ങാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടി. ഇതിനെ ഉറക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടോ, പക്ഷെ അന്നു ബേബി ഒരു വിധത്തിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ ഫുഡും ഉറങ്ങലൊക്കെ ഒരു കറക്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല മൂടായിരിക്കുമല്ലോ എന്ന് കരുതിയത്. പക്ഷെ നമ്മൾ ഒരു വഴിക്ക് വിചാരിച്ചിട്ട് ആൾ ഉറങ്ങിയില്ലേ. അന്നു ബേബി അങ്ങനെ കേട്ടോ, എവിടേക്കെങ്കിലും പോകുന്നുണ്ട് എന്നുള്ള ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ഉറങ്ങുകയില്ല. അപ്പോൾ ഏതായാലും അയിനു ബേബി ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ ആദ്യം അന്നു ബേബിനെ ഒരുക്കിയിട്ട് അവളെ ഉണർത്താൻ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് അവരുടെ ഡ്രസ്സ് കേട്ടോ. ഞാനത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇതാണ് കേട്ടോ. നല്ല ജീൻസിൽ വരുന്ന സ്കേർട്ടും ടോപ്പുമാണ്. നല്ല സൂട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ടുപേർക്കും ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇതേ ഒരു ഇതിൽ തന്നെയാണ് അസിമോൾക്കും എടുത്തിട്ടുള്ളത്. ജീൻസിൽ വരുന്ന ബാബാ സൂട്ട് കേട്ടോ, ബ്ലാക്ക് ഇന്നറൊക്കെ വരുന്നത്. അപ്പോൾ അവൾക്ക് ഞാൻ ഒരുപാടായി ജീൻസിൽ ബാബാ സൂട്ട് നോക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് സൂട്ടായത് അങ്ങോട്ട് കിട്ടാറില്ല. പിന്നെ അന്നു ബേബിക്കൊക്കെ ഞാൻ ആ ഒരു ടൈപ്പ് എടുക്കണമെന്ന് എന്നിട്ട് വിചാരിച്ചത്, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ ഏതായാലും ഇത് അവർക്ക് ഇട്ടിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് മീഡിയവും ഒരാൾക്ക് സ്മോള്, അങ്ങനെ എന്താ പറയുക. ഇതിപ്പോൾ ഒരാളുടെ 18 ഒരാളുടെ 19 കേട്ടോ. അല്ല, ഒരാളുടെ 18 ഒരാളുടെ 20 ആണ് കേട്ടോ സൈസ് വരുന്നത്. അപ്പോൾ ഏതായാലും അവർക്ക് ഡ്രസ്സൊക്കെ അന്നു ബേബി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അന്നു ബേബീനെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ ആൾ കുറച്ച് സമയമൊക്കെ ഫയർ ചെയ്യുന്നു കേട്ടോ. ഫീഡൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ മാറ്റിയൊക്കെ കൊടുത്തത്. പക്ഷേ ആൾക്ക് ഉറക്കം ഇങ്ങോട്ട് കറക്റ്റ് ശരിയായിട്ടില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല കേട്ടോ, ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ റെഡിയായി. പിന്നെ അസിമോളും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവളെ 3 മണിക്കാണ് സ്കൂൾ വിടുക. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം പിന്നെ എൻ്റെ ബ്രദറാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വരുന്നത്. അപ്പോൾ അവൻ വരുമ്പോൾ തന്നെ അവളെയും കൊണ്ടിട്ട് വന്നത്. അപ്പോൾ അവളൊക്കെ സെറ്റാക്കി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അടുത്തുള്ളൊരു വീട്ടിൽ നിന്നാണ് കേട്ടോ ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കുറേ പേര് ബർത്ത്ഡേ ഷൂട്ട്, അതേപോലെ മോം ടു ബി, അങ്ങനത്തെ സംഭവങ്ങൾ കുറേ ഷൂട്ട് അവിടെ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പെർമിഷനൊക്കെ വേണം. എന്നാലും നമ്മൾക്ക് അറിയുന്ന ആൾക്കാരായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പെർമിഷനൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ അന്നു ബേബി അവിടെ എത്തിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ നടന്നൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഫയർ ആവാൻ തുടങ്ങി. ഒരാളെ കിട്ടുമ്പോൾ ഒരാൾ കിട്ടൂല, ഒരാൾ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകും, അങ്ങനത്തെ വൈബേന് കേട്ടോ. പിന്നെ ഇവർക്കൊരു പ്രശ്നമുണ്ട്, പുറത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇക്കാൻ്റെ ഉമ്മ, ഞങ്ങൾ രണ്ടാളെ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. വേറെ ആരെടുത്താലും പോവില്ല. അപ്പം എൻ്റെ കൂടെ ഇവിടുത്തെ എളാപ്പാടെ മോളും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഓളെ അടുത്തേക്ക് ഒരു വകക്ക് 2 പേരും പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു വഴിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഒപ്പിച്ചെടുത്ത്. പിന്നെ ഫോട്ടോസ് കുറച്ചൊക്കെ കിട്ടിയിട്ടോ, വീഡിയോസ് തീരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അസിമോളാണെങ്കിൽ സ്കൂൾ വിട്ട് വന്ന മൂടായതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ടയർഡായിരുന്നു കേട്ടോ. ആളെയും വല്ലാണ്ട് ഒന്നിനും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു വകക്ക് അവരെ പിന്നാലെ ഓടി കുറച്ചൊക്കെ ഒപ്പിച്ചെടുത്തിട്ടോ. അപ്പോൾ നമ്മൾ ഷൂട്ടാക്കിയിട്ടുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റാ.